ായി പ്രതീക്ഷിക്കുന്നവരാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായി എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവ്, അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. പെന്തക്കോസ്താ ദിനത്തിൽ പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ ജനക്കൂട്ടത്തോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ, എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുവിൻ. ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്കുകൾ കേൾക്കുവിൻ. നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രയനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങളും കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. അവൻ ദൈവത്തിന്റെ നിശ്ചയ പദ്ധതിയും ഭൂവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിൽ നിന്ന് വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുൻപിൽ ദർശിച്ചിരുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രമാലപിച്ചു. എന്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. എന്തെന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കാൻ അവിടുന്ന് അനുവദിക്കുകയുമില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. കർത്താവിന്റെ വചനം.
എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീവിക്കാൻ അനുവദിക്കുകയുമില്ല. കർത്താവേ, അങ്ങേക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. കർത്താവേ, അങ്ങെനിക്ക് ജീവന്റെ മാർഗ്ഗം കാണിച്ചു തന്നു. അങ്ങേക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വചനങ്ങൾ ശാശ്വതമായ സന്തോഷമുണ്ട്. കർത്താവേ, അങ്ങേക്കു ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. കർത്താവേ, അങ്ങെനിക്ക് ജീവന്റെ മാർഗ്ഗം കാണിച്ചു തന്നു. രണ്ടാം വായന വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്. ഏറ്റവും വാത്സല്യമുള്ളവരെ, ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നവനെയാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുവിൻ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിന്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെടുത്തപ്പെട്ടവനുമാണ്. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത ദൈവത്തിൽ അവൻ മൂലം നിങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ ആയിരിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ വചനം. ദൈവത്തിനു നന്ദി. നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കാ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. യേശു ഉയർത്തെഴുന്നേറ്റ ആ ദിവസം തന്നെ അപ്പോസ്തലന്മാരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാത്തിയോട് അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് പറഞ്ഞു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവതരായി നിന്നു. അവരിൽ ക്ലെയോഫാസ് എന്ന പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിലും വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകൻ ആയിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയി. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവർ ജീവിച്ചിരിക്കുന്നുവെന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ,
പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ചു മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നത്. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവരെ തേണ്ടിയിരുന്ന ഗ്രാമത്തോടെടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവരെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശുദ്ധീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നതേ. അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായി ഉയർത്തെഴുന്നേറ്റു, ശമയോന് പ്രത്യക്ഷപ്പെട്ട എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം ഒരുക്കുമ്പോൾ തങ്ങൾ അവരെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശുവിൽ പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കന്മാരെ, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, പെസഹ ഞായറാഴ്ചയുടെ മൂന്നാമത്തെ ഞായറാഴ്ചയിൽ നമ്മൾ നടക്കുമ്പോൾ ദൈവം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയിട്ടുള്ള എല്ലാ നന്മകൾക്കും നന്ദി പറയുവാനും ഇത്രമാത്രം ദൈവം നമ്മളെ കരുതുകയും കാക്കുകയും ചെയ്തു എന്ന വ്യക്തമായ സന്ദേശങ്ങൾ ഓരോ ദിവസവും നമുക്ക് ദൈവം ക്രിസ്തുവിലൂടെ നൽകപ്പെടുമ്പോൾ നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഇന്നേ ദിവസം നമുക്കും ഒരുങ്ങാം. തിരുമുല്ലവാരം ഇടവ മക്കളായ നമുക്ക് കൂട്ടുത്തരവാദിത്തോടും കൂട്ടായ്മയോടും കൂടി രോഗാതുരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ സ്നേഹം ക്രിസ്തുവിലൂടെ അവർ അനുഭവിക്കണം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രവാസി കൂട്ടായ്മ, ഏറെ പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ അനുഭവിക്കുന്ന വേദനകൾ പങ്കുവച്ചിട്ട് ആണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കടന്നു പോകുന്നത്. കുവൈറ്റും ഒമാനും UAE-യും ഖത്തറും ബഹ്റൈൻ, സൗദി എന്ന് പറയപ്പെടുന്ന പ്രദേശങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ കൺട്രീസിലുമായിരിക്കുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും ഒരു നിമിഷം നമുക്ക് ഓർക്കുകയും അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ഈ രാജ്യത്തെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്തെ പോലെ സുരക്ഷിതമല്ല പുറം രാജ്യങ്ങളിൽ ആരും. അതുകൊണ്ട് തന്നെ അവരെ ഒത്തിരിയേറെ ഭയാശങ്കകളോടുകൂടിയാണ് ഓരോ ദിവസവും അവർ കടന്നു പോകുന്നത്. അവരുടെ ഭയാശങ്കകൾ അഭിമന്യ പിതാവുമായിട്ട് പങ്കുവച്ചപ്പോഴാണ് ഇതിന്റെ വ്യക്തമായ അനുഭവം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും വളരെ സുരക്ഷിതരാണ്. എന്നാലും നമ്മൾ ഒത്തിരിയേറെ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ രോഗാതുരമായ അവസ്ഥയിൽ നിന്ന് എത്രയും വേഗം നമ്മെയും ഈ ലോകത്തെ ആകമാനെയും വിഭക്തമാക്കണമേ എന്ന്. ഇന്നത്തെ വചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് ഈ ലോകത്തെ വിശുദ്ധീകരിക്കുവാൻ കഴിയുക, എങ്ങനെയാണ് ക്രിസ്തുനാഥൻ വിശുദ്ധീകരിച്ചത് എന്നൊക്കെ ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ പ്രത്യേകമാവിധം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നമ്മളോട് പറയുന്നത് പ്രകാരമാണ്, ക്രിസ്തുവിന്റെ രക്തത്താലാണ് ഈ ലോകത്തെ ദൈവം വീണ്ടെടുത്തത്. രോഗാതുരമായ അവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഇന്നത്തെ ഈ ലോകത്തെ വീണ്ടെടുക്കുവാൻ ഇനിയും ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയുമെന്നുള്ള ഉറച്ച വാഗ്ദാനത്തിന്മേൽ നമുക്ക് വിശ്വസിക്കാം. അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ബലത്തിലേക്കാണ് നമ്മൾ ഓരോ ദേവാലയത്തിലും അൾത്താരയുടെ മുമ്പിലേക്ക് ഓടിയണയുന്നത്. അവിടെ മുറിയപ്പെടുന്നത് നമുക്ക് വേണ്ടി ക്രിസ്തുവാണെന്നുള്ള ചിന്തയാണ് നമ്മൾ ഓരോ ദിവസവും വിശ്വാസത്തിലൂടെ പ്രഘോഷിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ഈ ദിവ്യമായ തിരുവൾത്താരയിലേക്ക് കടന്നു വരുമ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് കടന്നുപോയ
ആ ശിഷ്യൻ സമൂഹം അനുഭവിച്ച ക്രിസ്തുവിന്റെ സാന്നിധ്യം പ്രകാരമായിരുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ്. വചനം പങ്കുവച്ചും അത്താഴം വിളമ്പിയും കർത്താവായ യേശുനാഥൻ അവരുടെ കണ്ണുകൾ തുറക്കുന്നു, അവരുടെ ഹൃദയങ്ങൾ തുറക്കുന്നു. ഇതുപോലെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നൽകപ്പെട്ടിട്ടുള്ള സുന്ദരമായ ഈ വിശുദ്ധമായ അൾത്താരയിൽ നിന്ന് നമുക്കായി നൽകപ്പെടുന്ന വചനമുറിയിലൂടെയും അത്താഴം പങ്കുവെക്കലിലൂടെയും നമുക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാം. ആ ഉറച്ച ബോധത്തിലേക്ക് കടന്നു വരുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട്, യേശു എൻ്റെ ഉദ്ധാനം ചെയ്ത യേശുവാണ്. ആ യേശു ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. വിശുദ്ധനായ വ്യക്തി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: ഈസ്റ്റർ നമ്മളുടെ കൂട്ടായ്മയുടെ അടയാളമാണ്. ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൻ്റെ സംഗീതമാണ്. ഈ സംഗീതം ആലപിക്കുവാൻ ഉദ്ധാനം ചെയ്ത ക്രിസ്തുവിനോടൊപ്പം നമുക്ക് നടക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം മൗനമായി നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും പ്രവാസി സഹോദരങ്ങളെയും എല്ലാവരെയും യൂറോപ്യൻ കൺട്രീസിലായിരിക്കുന്ന എല്ലാ മക്കളെയും നമ്മൾ ഓരോരുത്തരെയും പ്രത്യേകമാംവിധം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് പ്രഘോഷിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിനും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കനികാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും തിരിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രമിച്ചു നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കുമാറാകട്ടെ. നല്ലിടയിൽ ഭരമേൽപ്പിച്ച അജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലോടെ നയിക്കുന്നതിന് പ്രാപ്തരാകാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ക്ലേശിതരായ നമ്മുടെ സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പ്രവാസികളായി പുറം രാജ്യങ്ങളിൽ കഴിയുന്ന ഗൾഫ് കൺട്രീസിലും അതേപോലെ യൂറോപ്യൻ കൺട്രീസിലും ഒക്കെ ആയി കഴിയുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ഒപ്പം നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങളും സമർപ്പിക്കാം. സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത
സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ ഉദ്ധാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പക്ഷെ നമുക്ക് മൗനമായി നമ്മുടെ വ്യക്തിപരമായ, നമ്മുടെ ഇടവകപരമായ, നമ്മുടെ ഇടവ കൂട്ടായ്മയുടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ദൈവത്തിന് മുമ്പിൽ നമുക്ക് സമർപ്പിക്കാം. പഴയ ജീവിത രീതിയിലേക്ക് ലോകം കടന്നു വരുന്നതിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവമേ, കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രമിക്കുകയും അങ്ങ് വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. നിങ്ങളുടെയും വില സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവ് തന്റെ സ്തുതിക്കും മഹത്വത്തിനും നമ്മുടെ അവിടുത്തെ തിരുസഭകളുടെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവായ ദൈവമേ, ആഘ്നാതത്തിൽ ആറാടുന്ന സഭയുടെ കാണിക്കകൾ സ്വീകരിക്കുകയും ഇത്രയേറെ സന്തോഷം അനുഭവിക്കുവാനും ഇടയാക്കിയ സഭയ്ക്ക് നിത്യാനത്തിന്റെ ഫലം പ്രദാനം ചെയ്യുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താ ജഗൽ പൂജിതനേ,
ക്രിസ്തുനാഥൻ വഴി എന്നേരവും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണ്. അവിടുന്ന് വഴി വെളിച്ചത്തിന്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം നിനാദാവുകയും അവിടുത്തെ ഉദ്ധാനത്താൽ സകലരുടെയും ജീവൻ ഉയർത്തുകയും ചെയ്യുന്നു. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടും ചേർന്ന അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്നാലപിക്കുന്നു. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റപ്പെടുത്തപ്പെട്ട സ്വപ്നശാലെ പീഡകൾ സഹിച്ചു അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ചു കുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു.
എല്ലാവരും വിരുന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്റെ നാവിലും നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എന്റെ ശരീരമാകുന്നു. അപ്രകാരം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിതും നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചിന്തപ്പെടാതിരിക്കുന്ന എന്റെ രക്തത്തിൽ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ ഇതു നിങ്ങൾ എന്നോർമ്മയ്ക്കായി വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ പോളാഞ്ചനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിന്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഈ ലോകത്ത് നിന്ന് മാരകമായ രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന, ഏറെ പ്രത്യേകിച്ച് ലോകം ഇന്ന് നേരിടുന്ന കൊറോണ എന്ന രോഗത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ ആത്മാക്കളെയും നമുക്ക് ഓർക്കാം. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിന്റെ മരണത്തിന് സദൃശ്യമാണ് അവിടുത്തോടൊന്നായി തീർന്ന ഈ സഹോദരങ്ങളെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിയർപ്പിന്റെ പ്രത്യാശയോട് നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരണത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശ്വസ്നായോഹനാനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുവാനാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ.
ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മളെ പഠിപ്പിച്ചു. കർത്താവായ ക്രിസ്തുനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാൻ നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം വൃത്തം പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം ക്രിസ്തുവിന്റെ സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടി, ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടി, ലോകത്തിൻ പാപങ്ങൾ നീക്കും ദൈവത്തിൻ കുഞ്ഞാടി, ഞങ്ങൾക്കു ശാന്തി നൽകിയിടണമേ, ഞങ്ങൾക്കു ശാന്തി നൽകിയിടണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്നവൻ ഭാഗ്യവാന്മാർ. കർത്താവേ, നീ ഭവനത്തിൽ വരുവാൻ യോഗ്യതയെനിക്കില്ല. അവിടുന്ന് ചെയ്ത അതുമാത്രം മതിയെന്നെ ആത്മാവ് സുഖം നേടുവാൻ.
സ്വർഗീയ ഭവനത്തിൽ വാഴുന്നു ഞാനിന്റെ നാടനെ കാണാം. സ്വർഗീയ ഭവനത്തിൽ വാഴുന്നു ഞാനിന്റെ നാടനെ കാണാം. സ്നേഹത്തിൻ വാതിൽ തുറന്നു ഞാനിന്റെ നാടനെ കണ്ടു. സ്നേഹത്തിൻ വാതിൽ തുറന്നു ഞാനിന്റെ നാടനെ കണ്ടു. കാൽവരി മലയിലും കണ്ടു ഞാൻ ദൈവമേ നിന്റെ സ്നേഹം. കാലിത്തൊഴുത്തിലും കാൽവരി മലയിലും കണ്ടു ഞാൻ ദൈവമേ നിന്റെ സ്നേഹം. കരുണാമയാനേ നിന്റെ കനിവോടെ അപരാധമെല്ലാം അകറ്റിയിടണേ. കരുണാമയാനേ നിന്റെ കനിവോടെ അപരാധമെല്ലാം അകറ്റിയിടണേ. സ്വർഗീയ ഭവനത്തിൽ വാഴുന്നു ഞാനിന്റെ നാടനെ കാണാം. സ്നേഹത്തിൻ വാതിൽ തുറന്നു ഞാനിന്റെ നാടനെ കണ്ടു. കണ്ണുനീർ തോരാത്ത നിമിഷങ്ങൾ പോലും സൂക്ഷിനെ നോക്കി ഞാൻ നിന്നിടുമ്പോൾ. കണ്ണുനീർ തോരാത്ത നിമിഷങ്ങൾ പോലും സൂക്ഷിനെ നോക്കി ഞാൻ നിന്നിടുമ്പോൾ. തിരുനാമം ചൊല്ലി ഞാൻ തീയിട്ടരണ്ടിടും അകതാരിലലിയാം ഹൃദയങ്ങളേ. തിരുനാമം ചൊല്ലി ഞാൻ തീയിട്ടരണ്ടിടും അകതാരിലലിയാം ഹൃദയങ്ങളേ. സ്വർഗീയ ഭവനത്തിൽ വാഴുന്നു ഞാനിന്റെ നാടനെ കാണാം. സ്വർഗീയ ഭവനത്തിൽ വാഴുന്നു ഞാനിന്റെ നാടനെ കാണാം. സ്നേഹത്തിൻ വാതിൽ തുറന്നു ഞാനിന്റെ നാടനെ കണ്ടു. സ്നേഹത്തിൻ വാതിൽ തുറന്നു ഞാനിന്റെ നാടനെ കണ്ടു. സ്നേഹമുള്ളവരെ, കർത്താവായ ദൈവത്തിന്റെ കൃപയാചിച്ചുകൊണ്ട് അന്യദേശത്തായിരിക്കുന്ന മക്കളെ നമുക്കിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം.
ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രവാസി സഹോദരങ്ങളായ നമ്മുടെ എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം, ഏറ്റുചൊല്ലാം. നിന്റെ വഴികളിലെല്ലാം നിന്നെ കാത്തുപാലിക്കാൻ ദൈവം തന്നെ ദൂതന്മാരെ അയച്ചിട്ടുണ്ട്. കർത്താവേ, അങ്ങേക്കാരും അന്യരല്ല. അങ്ങേ സഹായത്തിൽ നിന്ന് ആരും തന്നെ വിദൂരസ്ഥരുമല്ല. അഭയാർത്ഥികളെയും പ്രവാസികളെയും അകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെയും ചിതറിക്കപ്പെട്ട കുഞ്ഞുങ്ങളെയും കാരുണ്യപൂർവം കടാക്ഷിക്കണമേ. അവരെ മാതൃരാജ്യത്തിലേക്ക് തിരികെ എത്തിച്ച് ദരിദ്രരോടും പരദേശികളോടും അനുകമ്പ കാണിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമേ. കർത്താവേ, ചിതറിക്കപ്പെട്ട അങ്ങേ മക്കളെ ഒന്നായി ഒരുമിച്ച് കൂട്ടുന്നതിനായി അങ്ങേ പുത്രൻ തന്റെ ജീവൻ അർപ്പിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ലോകത്ത് നടക്കുന്ന സമാധാന ബലികളിലൂടെ മാനസങ്ങളുടെ ഐക്യം കൈവരുത്തുവാനും പരസ്നേഹം സഹോദര സ്നേഹം വർദ്ധിപ്പിക്കുവാനും ഇടവരുത്തണമേ. കർത്താവേ, ഒരേ അപ്പത്താലും ഒരേ പാനപാത്രത്താലും അങ്ങ് ഞങ്ങളെ നവീകരിച്ചുവല്ലോ. ആത്മാർത്ഥ ഹൃദയത്തോടെ പരദേശികളായി കഴിയുന്ന ഓരോ രാജ്യത്തെയും പ്രത്യേകിച്ച് കുവൈറ്റ്, ഒമാൻ, UAE, ഖത്തർ, ബഹ്റിൻ, സൗദി വിദേശ രാജ്യങ്ങളെയും അതുപോലെ തന്നെ യൂറോപ്യൻ ദേശത്ത് വസിക്കുന്ന മക്കളോടും പരിത്യക്തരോടും അനുകമ്പ കാണിക്കുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളെല്ലാവരും ജീവനുള്ളവരുടെ ദേശത്ത് എത്തിച്ചേരുവാൻ അർഹരാകുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആമേൻ. തിരുവല്ലവാരം ഇടവ മക്കളുടെ പ്രത്യേകമായ ഒരു അറിയിപ്പിലേക്ക് നമുക്കറിയാം. ഈ ക്ഷാമകാലത്ത്, രോഗകാലത്ത് നമ്മൾ പരസ്പരം സഹായിക്കണം. നമ്മുടെ ഇടവക പരിധിയിലും ഒത്തിരി അനാഥ മക്കളേറെ പ്രത്യേകിച്ച് പട്ടിണിയിലും അതുപോലെ തന്നെ രോഗത്താലും ഒക്കെ കഴിയുന്നുണ്ട്. അവരെ സഹായിക്കുവാനായിട്ട് നമുക്കറിയാവുന്നതുപോലെ നമുക്ക് സാമ്പത്തികമായ ഭദ്രതയൊന്നുമില്ല എങ്കിൽ പോലും നമുക്ക് ഈ 30-ാം തീയതി ഒരു ചെറിയ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ സാമ്പത്തികമായി സഹായിക്കുവാൻ ആർക്കെങ്കിലും കരുണയുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട വികാരി അച്ഛനായ നെയോ അല്ലെങ്കിൽ സെക്രട്ടറിയോ കൈക്കാരനെയോ നിങ്ങൾ ബന്ധപ്പെടേണ്ടതാണെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കഴിവിന്റെ പരമാവധി നമുക്ക് 30-ാം തീയതി തന്നെ ഈ കിറ്റ് കൊടുക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങളുടെ സാമ്പത്തിക സഹായം പ്രത്യേകമായി ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങേ ജനത്തെ കരുണയോടെ കടാക്ഷിക്കുകയും നിത്യമായ രഹസ്യങ്ങളാൽ നവീകരിക്കപ്പെടുവാനോ തിരുമനസ്സായിവരെ മഹത്വപൂർണമായ ശരീരത്തിന്റെ അക്ഷയമായ ഉദ്ധാനത്തിലേക്ക് എത്തിച്ചേരുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സമാപിച്ചു.
ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രമീകരണം ഒരുക്കിയ നിങ്ങൾക്ക് എല്ലാവർക്കും വേറെ പ്രത്യേകിച്ച് കണക്കൻ, സെക്രട്ടറി, കൈക്കാരൻ, ബിനോയി, അനോറ, ഗ്രേറ്റസ് മക്കൾക്ക് പ്രത്യേകമായ ഇടവയുടെ നന്ദി എന്നിവയെ അറിയിക്കുന്നു. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാധികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സഹനത്തിൻ നന്ദി എൻ പ്രീതിവാദി ക്രൂശിൻ നിഴലായ രാജകത്തേ.